ഇന്ത്യൻ സമൂഹത്തിൽ മാത്രം കാണുന്ന വളരെ സുപ്രധാനമായ ഒരു സവിശേഷതയാണ് ജാതി എന്ന് പറയുന്നത്. കാസ്റ്റ എന്ന് പറഞ്ഞ് പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് കാസ്റ്റ് എന്ന പദം ഉണ്ടായത്. അതായത് കാസ്റ്റ എന്ന് പറഞ്ഞാൽ വംശം എന്നർത്ഥമുള്ള ഒരു പദത്തിൽ നിന്നാണ്. അത് ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വേറെ ലോകത്തിലെ ഒരു സ്ഥലത്തും നമുക്ക് ഈ ജാതി സമ്പ്രദായം കാണാനായിട്ട് കഴിയുന്നില്ല. അത് ചാതുർവർണ്ണയ സമ്പ്രദായത്തിൽ നിന്നും ആരംഭിക്കപ്പെട്ടതാണ്. അതായത് ആര്യന്മാരുടെ കാലത്തുണ്ടായിരുന്ന 4 ജാതികൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അങ്ങനെ ഒക്യുപ്പേഷണൽ ബേസിസ് അവർ ചെയ്തിരുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജാതി തരം തിരിച്ചത്. അപ്പോൾ അങ്ങനെ ആ ഒരു ജാതി സമ്പ്രദായം ഇന്ത്യയിൽ വളർന്നു വന്നതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മൾ സമൂഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജാതിയെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നാണ് ജാതി എന്നുള്ള വാക്ക് വന്നത് എന്ന് കാണാം. പിന്നെ ഇന്നത്തെ കാലത്തും അതിന് വളരെയേറെ പ്രസക്തി ഉണ്ടെന്ന് കാണാം. കാരണം ജാതി സമൂഹത്തിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനനം കൊണ്ട് നമുക്ക് ആർജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജാതി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് അച്ചീവ്ഡ് അല്ല, അതിൻ്റെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസാണ്. ജനനം കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. പിന്നെ അതിൽ എൻഡോഗമി ആണ് വരുന്നത്. അതായത് സ്വവംശ വിവാഹത്തിൽ നിന്നാണ് ജാതി കടന്നു വരുന്നത്. പിന്നെ അതിൽ നമുക്കറിയാം, അതിൽ എല്ലാത്തരം കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ജാതിയുടെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയുള്ള. ഇപ്പോൾ ബ്രാഹ്മണർക്കിടയിൽ അവർ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ നോൺ ബ്രാഹ്മിൻസൊക്കെ എല്ലാത്തരം ഫുഡും കഴിക്കുന്നതായിട്ട് കാണാം. പിന്നെ പുരോഹിത വർഗത്തിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ ബേസിസ് നമുക്കവിടെ കാണാം. അപ്പോൾ പുരോഹിത വർഗത്തിൻ്റെ ആ ഒരു അധികാര ശ്രേണി അവിടെ ജാതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു പുരോഹിത വർഗം, അതിന് താഴെ വേറൊരു വർഗം, പിന്നെ അതിൻ്റെ താഴെ വേറൊരു വർഗം, ഏറ്റവും താഴെ പണിയെടുക്കുന്ന വർഗം എന്നിങ്ങനെ പലതരത്തിൽ നമ്മളതിനെ തരം തിരിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ എന്ത് വരുന്നു, ജാതിക്ക് പല ഉപജാതികളും വരുന്നുണ്ട് എന്ന് കാണാം. പിന്നെ ആ ഉപജാതിക്ക് ഉള്ളിൽ തന്നെ പിന്നെയും സബ് കാസ്റ്റുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന വേറൊരു കാര്യമാണ് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി. അപ്പോൾ അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് തരം തിരിക്കുന്നുണ്ട് ഉപജാതികൾ, അവയ്ക്ക് വേറെ വേറെ ജാതികൾ. പിന്നെ പിന്നെ ജാതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് മെയിൻലി ഓൺ ഓക്യുപ്പേഷണൽ ബേസിസ് ആണ്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് ജാതി. ഇപ്പോൾ കുറേയേറെയൊക്കെ അത് മാറിയിട്ടുണ്ട് എന്ന് കാണാം. പിന്നെ എങ്കിലും ഇന്ത്യൻ സമൂഹത്തിലെ ഈ താഴേക്കിടയിലുള്ള വർഗം ഒരുപാട് ചൂഷണം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഉയർന്ന ജാതിക്കാർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉള്ളതായിട്ട് കാണാം. പിന്നെ ജാതിയിൽ തന്നെ നമ്മൾ പ്യുവർ എന്നും അതുപോലെ തന്നെ ആ പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ജാതിയെ തരം തിരിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി സമ്പ്രദായത്തിനെ നമുക്ക് ഇന്ത്യയിൽ നിന്നും മാറ്റാനായിട്ട് കഴിയില്ല. ആൻഡ് ഇറ്റ് വാസ് യുണീക്ക് ടു ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ ഒരു അനിതര സാധാരണമായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നമുക്ക് ജാതിയെ കണക്കാക്കാൻ കഴിയും. ശുദ്ധജാതി, അശുദ്ധജാതി എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ തരം തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൊളോണിയലിസത്തിനെയും ജാതിയെയും കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് ഈ കൊളോണിയലിസം ഈ ജാതിയും ഒരു പരിധിവരെ ജാതിയിൽ ഒരു വേർതിരിവ് കൊണ്ടുവരാനായിട്ട് കൊളോണിയലിസത്തിന് കഴിഞ്ഞു എന്ന് കാണാം. കാരണം കൂടുതൽ നന്നായിട്ട് രാജ്യം ഭരിക്കാനായിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഇന്ത്യയിലെ സർവ്വജാതികളെയും ഗോത്രങ്ങളെയും അവർ തരം തിരിച്ചു എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് 1860കളിൽ ബ്രിട്ടീഷുകാർ
ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ സെമിന്ദാരി സമ്പ്രദായം ഏർപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പോൾ ആ സെമിന്ദാരി സമ്പ്രദായത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് അവർ പുതിയ കാൽവയ്പ് നടത്തി. പിന്നെ 10 വർഷം കൂടുമ്പോൾ അവർ സെൻസസ് നടപ്പിലാക്കി, ജാതിയൊക്കെ തരം തിരിച്ചിട്ട്. പിന്നെ സമാഹരിക്കപ്പെട്ട ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ജാതിയെ പല തരത്തിൽ തരം തിരിച്ചതായിട്ട് കാണാം. പിന്നെ ഹെർബർട്ട് റിസ്ലി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ജാതിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു അധികാര ശ്രേണിയെക്കുറിച്ചിട്ടുള്ള ഹൈറാർക്കിയൽ ബേസിസിലാണ് ജാതി നിലനിൽക്കുന്നത്. ഹെർബർട്ട് റൈസ്ലി എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇത് ചെയ്തതെന്ന് കാണാം. ഇതൊക്കെ നമുക്ക് ഈ വൺ വേർഡിനൊക്കെ ചോദിക്കുന്നതായിട്ട് കാണാം കേട്ടോ. 1901 ഹെർബർട്ട് റൈസ്ലിയുടെ ഈ ഹൈറാർക്കിക്കൽ ബേസിസിലുള്ള ആ റിപ്പോർട്ട്സ് അദ്ദേഹം കൊണ്ടുവന്നതായിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ ഭൂനികുതി വ്യവസ്ഥിതി ഏർപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, കാരണം ഉയർന്ന ജാതിയിലുള്ളവരുടെ കയ്യിലായിരുന്നു ഭൂമിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ ഭൂവുടമകളായി മാറുകയാണ് ചെയ്തത്. പിന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ അന്നും ഉണ്ട് അധികാരത്തിൻ്റെ നമുക്കറിയാം, ഉയർന്ന ജാതിയിൽപ്പെട്ടവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടുന്ന ആൾക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നതായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊളോണിയലിസത്തിൻ്റെ കാലത്ത് ജാതി വ്യവസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ കടന്നു വന്നതായിട്ട് കാണാം. പിന്നെ ഇനിയിപ്പോൾ ആ ജാതിയുടെ ഇപ്പോൾ റെലവൻസ് ഓഫ് കാസ്റ്റ് ഇപ്പോഴത്തെ കാലത്ത് ആ റെലവൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദേശീയ പ്രസ്ഥാനം വന്നപ്പോൾ, നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് പല ആൾക്കാരും ജാതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കടന്നു വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വം ഏറ്റെടുത്ത ആൾക്കാരാണ് ഡോക്ടർ അംബേദ്കർ, ജ്യോതിബ ഫുലെ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, EV രാമസ്വാമി നായ്ക്കർ എന്നിങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹിക ഭരണ പരിഷ്കർത്താക്കൾ വന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് ഇന്ത്യയിലെ ജാതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വന്നതായിട്ട് കാണാം. പിന്നെ നമുക്കറിയാം 1920കളിൽ ഗാന്ധിജി വന്നപ്പോൾ ആ ഒരു ഗാന്ധിജി അംബേദ്കറും വരുമ്പോൾ ജാതിയിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാം. ഹരിജനോദ്ധാരണമൊക്കെ അങ്ങനെയാണ് കടന്ന് വന്നത്. എന്തായാലും സ്വാതന്ത്ര്യാനന്തരം ജാതിയെ ഒരു ഉന്മൂലനം ചെയ്യാനൊന്നും നമുക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഗവൺമെൻറ് പല പുതിയ പ്ലാൻസും ജാതികൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് പുതിയ നയങ്ങൾ ജാതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏർപ്പെടുത്തിയതായിട്ട് കാണാം. അതായത് ഓരോ ആക്റ്റുകളൊക്കെ ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയാം. അതായത് 1909 ആക്ട്, 1919 ആക്ട്, 1935 ആക്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ ഓരോ ജാതി വിഭാഗങ്ങൾക്കും ഓരോ പുതിയ ഇത് കൊടുക്കുന്നത്. 1909 ആക്റ്റിലാണ് ആദ്യമായിട്ട് മുസ്ലിംസിന് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തത് എന്ന് കാണാം. പക്ഷെ ഇപ്പോൾ അവിടെ എന്താ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ് എന്നിങ്ങനെയുള്ളവർക്ക് വേറെ കൂടുതൽ ഇത് കൊടുത്തു. അപ്പോൾ ആ മുഖ്യധാരയിൽ നിന്നും വേറൊരു ഇതിലേക്ക് ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ലെവലിലേക്ക് അവരെയും സ്പെഷ്യലായിട്ടാണ് അവർ മാറ്റിയതെങ്കിലും, അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഖ്യധാരയിൽ നിന്നും അവർ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് കാണാം. എന്നാലും ഗവൺമെൻറ് വ്യാവസായികവൽക്കരണം നടത്തിയതോടുകൂടിയിട്ട്, ഫാക്ടറികളിൽ നിന്നും ഫാക്ടറികൾ വന്നതോടുകൂടിയിട്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി ഫാക്ടറി സിസ്റ്റം വന്നു. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും അവിടെ ഒരുമിച്ച് പോയി ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ജാതിയുടെ കുറച്ചൊരു ആ പ്രാധാന്യം നഷ്ടപ്പെട്ടതായിട്ട് കാണാം. എന്നാൽ പിന്നെ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പിനകത്തു നിന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ള ഇത് വന്നപ്പോൾ പിന്നെ ജാതി അവിടെ കടന്നു വരുന്നതായിട്ട് കാണാം. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും വേറെ എന്തിനകത്തായാലും ജാതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാർ വോട്ട് ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നമ്മൾ നിശ്ചയിക്കുന്നത് പോലും ഇന്ന സ്ഥലം, ഇപ്പോൾ എറണാകുളം നിയോജക മണ്ഡലം ലാറ്റിൻ ക്രിസ്ത്യൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, മലപ്പുറത്ത് മുസ്ലിംസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ജാതിയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് കഴിയില്ല.
അപ്പോൾ അതുപോലുള്ള ഒരു സാമൂഹിക സമ്പ്രദായമാണ് ജാതിയിൽ നിലനിൽക്കുന്നതെന്ന് കാണാം.